ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയായി. ഇന്ന് ഇതെനിക്ക് ഡെലിവേർഡ് ആയിട്ട് കിട്ടി. ഇതെന്താ സാധനം ഞാൻ കാണിച്ചു തരാം. വലിയ സംഭവമൊന്നുമല്ല. ഞാനിത് എന്താണെന്ന് കത്രിക എടുത്ത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സാധനം. ഗോൾഡൻ കളറിലുള്ളത്. ഇതെന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു യാത്ര പോയേ. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയൊരു ഡ്രൈവാണ്. ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ വില്ലേജിലൊരു കട. ഇങ്ങനെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ സാധനമാണ് ഇത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ഹെഡ്ഫോണാണ്. സ്റ്റീരിയോ ഹെഡ്ഫോണാണ്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. മെയ്ഡ് ഇൻ ജപ്പി അല്ല, ഷൈനി ആണല്ലോ. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. എനിക്കിങ്ങനെ പഴയ സാധനങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നൈസ് അല്ലേ. ഇതിൻ്റെ വെളുത്ത 2 വലിയ ഇയർ കപ്പാണ്. എന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലത്തെ വയറ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ എന്താ പറയുക ഈ സാധനം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കുത്തി നോക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇതിന് പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വലിയ പിന്നാണ്. ഇതിന് പറ്റിയ പിൻസ്, പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ 6.5 to 3.5 mm അഡാപ്റ്റർ. ഇതാണെങ്കിൽ നമുക്കിതിങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ക്ലിക്ക് ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടോ. നമുക്ക് ചെറിയ ഈ പിൻ നമുക്ക് എന്താ പറയുക, വല്ലോ ഐപാഡിലോ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓക്സിൻ്റെ പിൻ കുത്താൻ പറ്റുന്ന ഫോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അത് കുത്തിയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷെ അതിലൊന്നും അല്ല ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ ആ സാധനം. ഇതൊരു ഓൾഡ് വാക്ക്മാൻ ആണ്. ഇപ്പോൾ ഈ സാധനമൊക്കെ കിട്ടാനില്ല കേട്ടോ. പുതിയ പിള്ളേർക്കൊന്നും ഇത് എന്താണെന്ന് പോലും അറിയത്തുണ്ടാവില്ല. ഞാനൊക്കെ 90s ആളുകളായതുകൊണ്ട് ഈ സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഒരു പഴയ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊരു പഴയ ഒരു ആൻറ്റിക് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വർക്ക് ചെയ്യണതിൻ്റെ അകത്തൊരു സാധനമോടെ നമുക്ക് ഇടണം എന്നറിയാം. അത് ഞാൻ അപ്പം കാണിച്ചു തരാം. ഇതാട്ടോ ആ സാധനം. അത്യാവശ്യം ഹെവിയാണ്. ഇത് മലപ്പുറം കത്തിയും മെഷീൻ ഗണ്ണൊന്നുമല്ല. ഇതെന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വാക്ക്മാൻ പ്രവർത്തിക്കാൻ വേണ്ട സാധനം ഉണ്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാട്ടോ സാധനം. ഇതിൻ്റെ കസറ്റ് കളക്ഷനാണ്. കുറേ ഉണ്ട്. ഇത് മുഴുവൻ ഇംഗ്ലീഷ് ആൽബങ്ങളാണോ. വേറെ കുറച്ചുകൂടി കസറ്റ്സും സീരീസും ഒക്കെ എൻ്റെ ഉണ്ടാകും. പക്ഷേ ഇതാണ് എൻ്റെ കസറ്റ് കളക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു കസറ്റ് എടുത്ത് നമ്മുടെ വാക്ക്മാനിലിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ ചെറിയൊരു ഹോളുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ കാസറ്റ് വലിയുന്ന ശബ്ദം കേട്ടോ, മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കാം. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ചിലപ്പോൾ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. വാക്ക്മാൻ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് കേൾക്കാവേ. നമുക്കിനി ഇതിലൊരു കസറ്റ് ഇട്ട് നോക്കാം. അപ്പോൾ ഈ കസറ്റ് നമുക്ക് ഈ വാക്ക്മാനകത്ത് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. മൊമെന്റ് ഓഫ് ട്രൂത്ത് ആണ്. വർക്ക് ചെയ്ത് നോക്കാമല്ലോ. ഒരു അരപ്പ് കേൾക്കണ്ട കേട്ടോ. പാട്ടൊന്നും കേൾക്കുന്നില്ല. പാട്ടൊന്നും കേൾക്കുന്നില്ല, അരപ്പ് കേൾക്കുന്നുണ്ട്. കാസറ്റ് തിരിച്ചിട്ട് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം. നല്ല വോയിസ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ വോളിയം കൂട്ടി വെച്ച് നോക്കാവേ.
നല്ല ലൗഡാട്ടോ, ഞാൻ പറയണേ ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ. കൊള്ളാം, വർക്ക് ചെയ്തിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മൈക്കിൽ വെച്ച് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കും കേൾപ്പിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട്. ഡിജിറ്റൽ എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ ഇത് കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ട് ഇതിൻ്റെ ശബ്ദം എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് ഞാൻ വല്ലപ്പോഴും ഒരു പാട്ടൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കേൾക്കാനൊരു രസമായിരിക്കും. പഴയ സാധനമാണല്ലോ, എനിക്ക് ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കും. വേറെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോത്സാഹനം ആയിരിക്കുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാണാം.